അപ്പോൾ ക്രീമിന്റെ കാര്യം, ഡ്രസ്സിന്റെ കാര്യം ഓക്കെ, ക്രീമിന്റെ കാര്യത്തിന് മാത്രം മെസ്സേജ് ഇട്ടാൽ മതി. വെറുതെ ഇങ്ങനെ കോൾ വിളിക്കേണ്ട, ആരും കോൾ വിളിച്ച് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പറയുന്നത് കോൾ വിളിക്കണ്ട. പിന്നെ ഈ സുഖവിവരങ്ങളൊന്നും ചോദിച്ചിട്ട് ഈ വാട്സപ്പിൽ മെസ്സേജ് ഇടല്ലേ, അത് ബിസിനസ്സാണ്, ബിസിനസ് വാട്സപ്പാണ്, അതിൽ പേഴ്സണൽ അല്ല, ആ നമ്പർ പേഴ്സണൽ അല്ല. അതുകൊണ്ട് മെസ്സേജ് അങ്ങനെ ഇട്ടാൽ മതി. വേറെയുള്ള കാര്യങ്ങളും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പം ലൈവ് ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ആ കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങനെ 24 മണിക്കൂർ കോൾ വന്നാൽ ഇങ്ങനെ ഈ ഇത്രയും ഗതികെട്ട ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് പുച്ഛവും വെറുപ്പും ഒക്കെ തോന്നുന്നത്. ഇവളെ പോലെയുള്ളവരെയൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയി വിളിക്കണമെന്നുണ്ടെങ്കിൽ അവന് അല്ലെങ്കിൽ അവള് അത്രയും ഗതികേടിലായിരിക്കും. ഇതുപോലുള്ള ഭൂലോക ഉടായ്പകളെ ഒന്നും നിങ്ങൾ ദയവ് ഇത് സപ്പോർട്ട് ചെയ്യാതിരിക്കുക. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ച് എന്തൊക്കെ വേലത്തരങ്ങളും പേക്കൂത്തുവാണെന്ന് അറിയാമോ ഈ സ്ത്രീ കാട്ടിക്കൂട്ടുന്നത്. ആദ്യമൊക്കെ സഹതാപം പിടിച്ചു പറ്റിയിട്ടാണ് ഇവള് റീച്ച് നേടിയത്. ആദ്യമൊക്കെ ഭയങ്കര പാവമായിരുന്നെന്ന് തോന്നുന്നു. മക്കളെയും കൊണ്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സ്ത്രീ ആ ഒരു ലേബൽ എടുത്ത് സ്വയം ചാർത്തി ഒരുപാട് യൂട്യൂബർമാര് ഇവളുടെ അക്കൗണ്ട് പ്രൊമോട്ട് ചെയ്ത് കൊടുത്തു, ഈ ചാനൽ പ്രൊമോട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ ചാനൽ വൈറലായി അത്യാവശ്യം റീച്ചും കാശും കിട്ടിയതോട് കൂടിയിട്ട് ഇവളുടെ സ്വഭാവം അങ്ങ് നേരെ മാറി. പിന്നിവള് കാട്ടിക്കൂട്ടുന്ന വേലത്തരങ്ങളും ഉടായിപ്പും നമുക്കൊന്നും സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വേറെ 2 ഉടായിപ്പും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന്, പാവപ്പെട്ട ആൾക്കാർക്ക് ഡ്രസ്സ് വിതരണം. 2, ഇവള് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കുറച്ച് ക്രീമുണ്ട്, വൈറ്റനിങ് ക്രീം, അത് വിൽക്കുകയാണ്. ഈ ഉടായ്പകളിലൊന്നും ചെന്ന് ദയവ് ഇത് ചാടാതെ ഇരിക്കുക. ഡ്രസ്സ് വിതരണത്തിന്റെ ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരാം. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഞാനിപ്പോ ഒരു വീഡിയോ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഡ്രസ്സിന്റെ കാര്യങ്ങള് അർഹതപ്പെട്ട കുട്ടികൾ, എത്തിയും പെൺകുട്ടികള്, അതുപോലെ തന്നെ ഓരോ ഹോസ്റ്റൽ ഇങ്ങനെ കൊണ്ട് വിട്ടിട്ടുണ്ടാവുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ ടീച്ചർമാരോ അങ്ങനെയുള്ള ആൾക്കാരെ എന്നെ കോണ്ടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ അർഹതപ്പെട്ട കുട്ടികൾക്ക് ഉമ്മയും ഉണ്ടായിട്ടും കോളേജിലേക്ക് ഡ്രസ്സ് മാറി ഇടാനുള്ള ആഗ്രഹത്തിൽ അയക്കേണ്ട എനിക്ക് മെസ്സേജ്. ഞാൻ പറയുന്നത് അർഹതപ്പെട്ട കുട്ടികളുടെ കയ്യിൽ എത്തിക്കാനാണ്. ഓക്കെ, അപ്പൊ മക്കളുണ്ടാവും, അല്ലാത്ത കുട്ടികളുണ്ടാവും, ഉപ്പല്ലാത്ത മക്കള്, ഉമ്മല്ലാത്ത മക്കള്, അതുപോലെ തന്നെ തീരെ ഒരു വഴിയില്ലാത്ത മക്കള് ഉണ്ടാവും. അവിടെ കുറെ ഡ്രസ്സ് വിതരണം. നിങ്ങൾക്ക് ഉടുപ്പിടാനില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൂ. പിച്ച് തന്നിട്ടാണെങ്കിലും ഉടുപ്പ് വാങ്ങിച്ചിടുക. ഇതുപോലെയുള്ളവളുമാരുടെ ഒന്നും എടുത്തുപോയി കൈ നീട്ടാതെ ഇരിക്കുക. അത്രയും ഉടായിപ്പാണ് ഈ ഒരു സ്ത്രീ. ഇത്രയും നാളും കാട്ടിക്കൂട്ടിയ ഉടായ്പകളൊന്നും പോരാതെ ഇപ്പോ സ്വന്തം വീട്ടിൽ പോയി സ്വന്തം ഉമ്മയെ തെറി പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്നു. ആ വീഡിയോ ഒന്ന് കേൾക്കണം. എന്തുമാത്രം തെറിവിളിയാണ്, എന്തൊക്കെ വൃത്തികേടുകളാണ് അതിനകത്ത് പറയുന്നത്. സ്വന്തം ഉമ്മയെ കുറിച്ചിട്ടാണ് വൃത്തികേട് പറയുന്നത്. എന്നിട്ട് ആ ഉമ്മയുടെ വോയിസ് വേറൊരു യൂട്യൂബർ എടുത്തിട്ടപ്പോ ആ യൂട്യൂബറെ തെറി വിളിച്ചുകൊണ്ട് വേറെ വീഡിയോ. ആ യൂട്യൂബറിന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്. എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിക്കോട്ടെ, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, സ്വന്തം ഉമ്മയെ ഒരു മകളും ഇതുപോലെ തെറി വിളിക്കുന്നില്ല. അവളെ നോക്കിയാണ് സ്വന്തം ഉമ്മയെ വിളിക്കുന്നത്. എന്നിട്ട് അവൾ എന്നെ പ്രസവിച്ചിട്ടില്ല അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇതുപോലെ ഒരു രീതിയിലുള്ള ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു സ്ത്രീ, അവളെ സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് ആൾക്കാരാണ്. ഞാൻ ആ ഒരു വിഷയം വന്നപ്പോൾ എന്ത് പ്രതികരിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു വിഷയം പ്രതികരിക്കാതിരുന്നത്, ഉമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു വിഷയം. പക്ഷേ വേറൊരു വീഡിയോ കണ്ടു, ഇവളുടെ ഒരു വീഡിയോ കണ്ടു, ഇവള് ക്രീം വിൽക്കുന്ന ഒരു വീഡിയോ. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നി. കാരണം ജനങ്ങള് പറ്റിക്കപ്പെടാൻ പാടില്ലല്ലോ. ക്രീം വിൽക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ കൂടി ഞാൻ കേൾപ്പിച്ചു തരാം. അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മുടെ 2 ക്രീമും ഒരേ ഇതാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് മോക്സി വൈറ്റനിങ് നൈറ്റ് ക്രീമാണ്. അതേ സാധനം തന്നെയാണ് ഷാജീസ് ബ്യൂട്ടി ക്രീം എന്ന് പറഞ്ഞിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിന്റെ ബ്രാൻഡിൽ ഇറക്കിയതാണ്. സെയിം ആണ് കേട്ടോ, മാറ്റമൊന്നുമില്ല, സെയിം ആണ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 999 രൂപ. ഷിപ്പിംഗ് ചാർജ് മിനിമം വരുന്നത് 70 രൂപ. പിന്നെ കർണാടക ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, നോർത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഷിപ്പിംഗ് ചാർജ്. അപ്പൊ നിങ്ങൾ മെസ്സേജ് അയക്കുന്നവർ ഏത് ജില്ലയാണ് എന്താണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ഷിപ്പിംഗ് ചാർജും കാര്യങ്ങളും പറഞ്ഞുതരാം. പിന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്ക്, ഖത്തർ, വേറെയുള്ള കുറെ രാജ്യങ്ങളിലേക്ക് ചോദിക്കുന്നുണ്ട്. ഇൻഷാല്ലാ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ മുഴുവനായിട്ട് പറയാം. കാരണം നിങ്ങൾക്ക് ഒരു ക്രീം എടുത്തു പറഞ്ഞാൽ മുതലാവില്ല. വൈറ്റനിങ് ക്രീമാണ്. ഇതുപോലെ ഒരു വൈറ്റനിങ് ക്രീം ഉണ്ടാക്കി വിൽക്കാനുള്ള എന്ത് യോഗ്യതയാണ് ഇവക്കുള്ളത്? ഒരു ക്രീം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറഞ്ഞതൊരു കോസ്മെറ്റോളജിസ്റ്റ് എങ്കിലും ആകണം, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു ഡിഗ്രിയോ എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസം നമുക്ക് വേണം. ആ ക്വാളിഫിക്കേഷൻ ഇവർക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ ഇവളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇവളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫേക്ക് ആയിരിക്കും.
ദയവ് ഇത് വെളുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഇതുപോലെയുള്ള ഉടായ്പ ക്രീമുകൾ പോയി വാങ്ങിക്കാതെ ഇരിക്കുക. വാങ്ങിച്ച അവസാനം പണി കിട്ടിക്കഴിഞ്ഞിട്ട് ദൈവത്തെ വിളിച്ചിട്ടോ പോലീസുകാരോട് പോയി പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഇത്തരം ഫേക്ക് ക്രീമുകളിലൊക്കെ ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ആയിരിക്കും. മെർക്കുറി പോലെയുള്ള ഹാംഫുൾ കെമിക്കൽസ് ആയിരിക്കും ഇതിനകത്തുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വലിയ വലിയ ഇന്റർനാഷണൽ ബ്രാൻഡുകൾ, നമ്മുടെ നാട്ടിൽ ഒരുപാട് ബ്യൂട്ടി ബ്രാൻഡുകളുണ്ട്, കോസ്മെറ്റിക് ഐറ്റംസ് വിൽക്കുന്ന ബ്രാൻഡുകളുണ്ട്. ആ ഇന്റർനാഷണൽ ബ്രാൻഡുകളൊക്കെ ഒത്തിരി ടെസ്റ്റ് ചെയ്ത് ഒത്തിരി റിസർച്ച് ചെയ്തിട്ടാണ് എന്തെങ്കിലും ഒരു ക്രീം മാർക്കറ്റിൽ ഇറക്കുന്നത്. അതിന്റെ പുറകിൽ കുറേ റിസർച്ച് ഉണ്ടായിരിക്കും, ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കാം. അങ്ങനെ എല്ലാം നടന്ന് എല്ലാവിധ പ്രൊസീജിയറുകളിലൂടെയും കടന്നു പോയതിനു ശേഷമാണ് നമ്മളുടെ മുമ്പിൽ ഒരു ക്രീം എത്തുന്നത്. അത് ഇന്റർനാഷണൽ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ആ ഒരു ക്രീം ഉപയോഗിച്ച് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നിയമ നടപടിക്ക് പോകാൻ പറ്റും. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കൺസ്യൂമർ കോർട്ടിലേക്കോ അതുകൊണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് നഷ്ടപരിഹാരമെങ്കിലും വാങ്ങിച്ചെടുക്കാം. നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ എന്തെങ്കിലും പ്രോബ്ലംസോ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പരിഹരിക്കാനുള്ള കുറേ മാർഗങ്ങളുണ്ട്. കാരണം അത് ഇന്റർനാഷണൽ ബ്രാൻഡാണ്, നമ്മുടെ പൈസ തിരിച്ചു കിട്ടും. കാരണം അവർക്ക് ബ്രാൻഡ് നെയിമെങ്കിലും രക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് നഷ്ടപരിഹാരം കിട്ടും. അതേസമയം ഇതുപോലെയുള്ള ഉടായിപ്പുകളുടെ കയ്യിൽ നിന്നാണ് നിങ്ങൾ ക്രീം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടുമോ? നിങ്ങളുടെ ജീവൻ ആപത്താണ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് വെളുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നാച്ചുറൽ ഹോം റെമഡീസ് ഉണ്ട്, അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുക. ഒരു കാരണവശാലും നമ്മുടെ ഒറിജിനൽ കളറ്, നമ്മുടെ ജനറ്റിക്കലി നമുക്ക് കിട്ടിയ കളർ ഏതാണോ അതൊരിക്കലും മാറ്റാൻ പറ്റത്തില്ല. അല്ലാതെ ടാൻ അടിച്ചോ കുറേ നിരന്തരമായിട്ട് ഈ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള എക്സ്പോഷറൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ കളർ മാറുകയാണെന്നുണ്ടെങ്കിൽ ആ കളർ ചിലപ്പോൾ മാറുമായിരിക്കും. അല്ലാതെ ജനറ്റിക്കലി നമുക്ക് കിട്ടിയ കളറ് എത്ര ക്രീം വാരി തേച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മാറാൻ പോകുന്നില്ല. അതല്ലാതെ പിന്നെ വേറെ ഏതെങ്കിലും ട്രീറ്റ്മെന്റിനൊക്കെ നിങ്ങൾ പോകണം, അതിനൊക്കെ ഒരുപാട് കാശാവും. ഇവളെ പോലെ ഉള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ ക്രീം വാങ്ങിക്കാനും ആളുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ത് വിശ്വസിച്ചാണ് നിങ്ങൾ വാങ്ങിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനിലൊന്നും ഒരു കൊതിയുമില്ലേ? ഇത് ഷാജിദ എന്ന് പറയുന്ന ഈ വ്യക്തിയോടുള്ള എൻ്റെ വെല്ലുവിളിയാണ്. നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉണ്ടായിട്ടാണ് ഇതുപോലൊരു ക്രീം ഉണ്ടാക്കി വിൽക്കുന്നത്? ഭൂലോക ഉടായ്പാണ്. വീഡിയോസ് ഒക്കെ നിങ്ങൾ നോക്കണം. സ്വന്തം മക്കളെ വരെ മുൻനിർത്തിയാണ് ഇവൾ ഉടായ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മക്കളുടെ പേര് പറഞ്ഞു വരെയാണ് ഇവള് ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, വ്യൂസ് നേടിക്കൊണ്ടിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തം അമ്മയെ തെറി വിളിച്ച്, സ്വന്തം അമ്മയെ ചീത്ത വിളിച്ച്, ഏതെങ്കിലും മക്കൾ എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, ഏതെങ്കിലും മക്കൾ ഇങ്ങനെ വീഡിയോ ഇടുവോ? നിങ്ങളൊന്ന് കേൾക്കണോ ആ വീഡിയോ? നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. എന്നിട്ടും യൂട്യൂബ് അതിന് യാതൊരു രീതിയിലുള്ള ബാനും കൊടുത്തില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത്രയും തെറിവിളിയാണ് ആ ഒരു വീഡിയോയ്ക്കകത്ത്. സ്വന്തം ഉമ്മയെക്കുറിച്ചാണ് നിങ്ങൾ ആലോചിക്കണം. ഇതിന് ന്യായീകരണം കൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് എന്തുമാത്രം ഉടായ്പകളാണ് കാണിച്ചത്, എന്തുമാത്രം തട്ടിപ്പാണ് കാണിച്ചത്, എത്ര പേരുടെ കയ്യിൽ നിന്നാണ് ഇവള് പൈസ വാങ്ങിച്ചതെന്ന് അറിയാമോ? ഇവളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പല ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇവള് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. കുറെ നാൾ മുമ്പ് അതിന്റെ വീഡിയോ ഞാൻ ചെയ്തതാണ്. എന്നിട്ടും ഇവളെ പോലുള്ളവരെ പോയി വിശ്വസിക്കുവാണ്. ഒരുപാട് പാവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അത്തരം പാവങ്ങളെ നിങ്ങൾ പോയി സഹായിക്കുക. അർഹതപ്പെട്ടവരുടെ വീഡിയോസ് പോയി കാണുക. ആ വീഡിയോസ് ഒക്കെ കണ്ട് അവർക്ക് വ്യൂസ് ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് പൈസ നേടിക്കൊടുക്കുക. ഇതുപോലെയുള്ളവന്മാരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. ഞാനൊരു സ്ത്രീയാണ്. ഇത്തരം സ്ത്രീകളെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്ന ഈ ക്രീം വിൽക്കുന്ന കാര്യമാണ്. ഇവർക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഇവളുടെ ഈ ക്രീം എന്തെങ്കിലും ടെസ്റ്റുകളിലൂടെ കടന്നു വന്നതിന് ശേഷമാണ് ഇവൾ വിൽക്കുന്നത്. ഇവർക്ക് എന്തെങ്കിലും ലൈസൻസ് ഉണ്ടോ? ആ ക്രീമിന്റെ കോണ്ടന്റ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഒന്നും അറിയത്തില്ല. വൈറ്റനിങ് ക്രീം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് വിൽക്കുകയാണ്. എന്നിട്ട് ഇവളുടെയൊക്കെ വാട്സപ്പിൽ പോയി മെസ്സേജ് അയച്ച് അവളൊക്കെ പറയുന്ന തുക കൊടുത്തിട്ട് ആ ക്രീം വാങ്ങിച്ച് ഉപയോഗിക്കുകയാണ്. ചിലപ്പോൾ ആദ്യത്തെ 1-2 തവണ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമായിരിക്കും. കാരണം ബ്ലീച്ചിങ് ഏജന്റ് ഒക്കെ ഉണ്ട് ആ ക്രീമുകളിൽ. ബ്ലീച്ചിങ് ഏജന്റ് ഉള്ള ക്രീമുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫേസ് വൈറ്റ് ആകുന്നതായിട്ട് തോന്നും. പക്ഷേ അതൊരിക്കലും നിലനിൽക്കില്ല. നിങ്ങൾക്ക് തന്നെയാണ് അത് പണി കിട്ടാൻ പോകുന്നത്. പിന്നെ ഇവളുടെ നിന്നൊക്കെ പോയി ദയവ് ചെയ്ത് ഡ്രസ്സ് വാങ്ങിക്കാതിരിക്കുക. ദൈവത്തിന് നിരക്കാത്ത പ്രവർത്തികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നവളുമാരുടെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങിക്കാതെ ഇരിക്കുക. എന്നിട്ട് എല്ലാ വീഡിയോയുടെ തുടക്കത്തിലും ദൈവത്തെ വിളിച്ചുകൊണ്ടാണ് അവൾ തുടങ്ങുന്നത്. അവൾ യഥാർത്ഥ മുസ്ലിം ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട്. ഈ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഒരു ഡ്രസ്സ് ഇടത്തില്ലേ, നിസ്കരിക്കുന്ന സമയത്തെ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരെയാണ് ഇവള് വീഡിയോ ചെയ്യുന്നത്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും, ഹോ, എല്ലാ രീതിയിലും എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു ശരിയായിട്ടുള്ള മുസ്ലിം ആണല്ലോ ഇവള്. ശരിയായിട്ടുള്ള മുസ്ലിമിന്റെ വായിൽ നിന്ന് വീഴുന്ന തെറിയൊന്നുമല്ല ഇവളുടെ വായിൽ നിന്ന് വീഴുന്നത്.
എന്നിട്ട് ഏതെങ്കിലും യൂട്യൂബേഴ്സ് ഇവളുടെ കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ ചീത്ത വിളിക്കും, അവരെ തെറി വിളിച്ച് അവർക്കെതിരെയും വീഡിയോ ഇടും. അപ്പോൾ ഇവളുമാരെ പോലുള്ളവളുമാരെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അവളുമാർ എന്ത് ബിസിനസ് തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോയി അതിനകത്ത് കൊണ്ടുപോയി പൈസ ഇടാതിരിക്കുക. നിങ്ങളുടെ ജീവനാണ് നിങ്ങൾക്ക് വലുത് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ക്രീം വാങ്ങിച്ച് ഉപയോഗിക്കരുത്.